ഹലോ ഗായ്സ്, MFC ക്രിയേഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്തു, റിയാക്റ്റിൽ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആവശ്യമുള്ള രണ്ട് പാക്കേജസ് ആയിട്ടുള്ള ഫയർബേസും അതുപോലെ തന്നെ റിയാക്ട് ഫയർബേസ് ഹൂക്സ് എന്ന് പറയുന്ന പാക്കേജും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ആരെങ്കിലും ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം, വേഗം പോയിട്ട് അത് കാണുക. എന്നിട്ട് ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്പിൻ്റെ ഈ ലോഗിൻ പ്രോസസ്സ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗിൻ പേജിൻ്റെ ഡിസൈന്. ഇതിൽ നമ്മളിതിൻ്റെ ഫ്രണ്ട് എൻഡ് നമ്മൾ റിയാക്റ്റ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് എൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഫയർബേസ് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്റ്റിൽ എപ്പോഴും ഒരു ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഡിസൈൻ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പോണൻ്റ് ആക്കിയിട്ട് വേർതിരിക്കണം. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ പ്രധാനമായിട്ടുള്ളത് ഒരു ഹെഡർ കോമ്പോണൻ്റ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ടൊരു ബോഡി കോമ്പോണൻ്റ് ഉണ്ട്. ഈ രണ്ട് മെയിനായിട്ടുള്ള കോമ്പോണൻ്റാണ് ഈ ഡിസൈനിൽ വരുന്നത്. പിന്നെ ഈ ഹെഡറിൽ നമ്മുടെ ഒരു ലോഗോയും അതുപോലെ തന്നെ ഒരു സൈൻ ഔട്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. ഈ സൈൻ ഔട്ട് ബട്ടൻ്റെ വർക്കിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലൊരു ടെക്സ്റ്റും അതുപോലെ തന്നെ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ബട്ടൺ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഹെഡർ കോമ്പോണൻ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സോഴ്സിൽ ഒരു കമ്പോണൻ്റ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, കമ്പോണൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെഡർ കമ്പോണൻ്റ് ആണല്ലോ. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കി, ഹെഡർ. ദെൻ എൻ്റെ അതിലൊരു header.js ഫയൽ ഉണ്ടാക്കണം, header.js. ഓക്കെ, എന്നിട്ട് ഈ JS ഫയൽ ഞാൻ ഒരു റിയാക്റ്റിൻ്റെ ഒരു ഫങ്ഷണൽ കമ്പോണൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് RAFCE എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വരും. അതിൽ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ നമുക്ക് വേണ്ട കോഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ RAFCE എന്ന് അടിക്കുമ്പോൾ റെക്കമെൻഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ VS കോഡിലുള്ള എക്സ്റ്റൻഷൻസിൽ റിയാക്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ട് ES7 Redux എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ കിട്ടും. ഇത് ആദ്യം ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഓൾറെഡി ഇൻസ്റ്റാളേഷനൊക്കെ ഞാൻ കഴിഞ്ഞതാണ്. ദെൻ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെഡറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹെഡർ എന്നുള്ളൊരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിൽ ചുമ്മാ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തു. ദെൻ ഓരോ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ app.js ഫയലിലോട്ട് അത് വിളിക്കണം. അപ്പോൾ ആദ്യം അത് റെൻഡർ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഹെഡർ കമ്പോണൻറ്റ് ഇവിടെ കോൾ ചെയ്യാണ്. ഹെഡർ ഫ്രം ഉള്ളത്, അതായത് സോഴ്സിലെ കമ്പോണൻസിൽ ഹെഡർ എന്നുള്ള ഫോൾഡറിൽ ഹെഡർ ഫയൽ. ഓക്കെ, എന്നിട്ട് ഈ ഹായ് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പുതിയ കമ്പോണൻ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തപ്പോൾ എനിക്കിവിടെ റിസൾട്ട് കിട്ടി, ഹെഡർ. അതായത് നമ്മുടെ ഈ കമ്പോണൻ്റ് ഇവിടെ റെൻഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ള ഈ ഒരു ഹെഡർ കമ്പോണൻറ്റിൽ ആദ്യമായിട്ട് ഒരു ലോഗോ ഉണ്ട്. ഞാനിവിടെ MFCയുടെ ലോഗോണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോസ് കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഒരു സൈൻ ഔട്ടിൻ്റെ ഐക്കണും ഉണ്ട്. അപ്പോൾ ഈ വേണ്ട ഇമേജസ് ഒക്കെ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സോഴ്സിൽ അസറ്റ് എന്നുള്ളൊരു ഫോൾഡറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ലോഗോയും അതുപോലെ സൈൻ ഔട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെഡർ ഫയലോട്ട് ഓരോ ഇമേജസായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇമ്പോർട്ട് ആദ്യം ഞാൻ ചെയ്യുന്ന ലോഗോയാണ്. ലോഗോയുടെ പാത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. അതുള്ളത് അത് ഈ ഹെഡർ ഫയലിൽ നിന്ന് പുറത്ത് കടന്ന് അസറ്റ് എന്നുള്ള ഫോൾഡറിലാണ്. എൻ്റെ പേര് logo.png ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ഫയൽ ഏതാ? അടുത്തത് നമ്മുടെ സൈൻ ഔട്ട് ബട്ടൺ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സൈൻ ഔട്ട് ഫ്രം, അതും അസറ്റ് ഫോൾഡറിലാണ്, sign out.png. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലോഗോയും അതുപോലെ തന്നെ സൈൻ ഔട്ടിൻ്റെ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഹെഡർ ആണല്ലോ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഡിവ് മാറ്റിയിട്ട് അതൊരു ഹെഡർ ടാഗ് ആക്കി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഇമേജ് ഇവിടെ കൊടുക്കണം. അതൊരു IMG ടാഗ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. IMG, അതിൻ്റെ സോഴ്സ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത നെയിം. ഞാൻ ആദ്യം ഇവിടെ ലോഗോ കൊടുക്കുന്നു. ലോഗോ കഴിഞ്ഞ് അടുത്ത ആട്രിബ്യൂട്ട് ആൽട്ട് എന്നുള്ള ആട്രിബ്യൂട്ടാണ്. അത് ജസ്റ്റ് ഒരു empty സ്ട്രിങ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് അടുത്ത സൈൻ ഔട്ടും കൊടുക്കണം. ഇപ്പോൾ ഈ ലോഗോ മാറ്റിയിട്ട് ഞാൻ അവിടെ സൈൻ ഔട്ട് എന്ന് കൊടുത്തു. ഇനി സേവ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. നമ്മുടെ ലോഗോയും അതുപോലെ തന്നെ ഇമേജും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡർ. ഈ ഹെഡറിന് ഒരു ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. അതിനകത്ത് ഇതൊക്കെ ഒരു എന്താ പറയുക സ്പേസിൽ നമുക്ക് അലൈൻ ചെയ്ത് വെക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ CSS യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഹെഡറിൻ്റെ സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ തന്നെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്, ഒരു CSS ഫയൽ. അതിന് ഞാൻ header.css എന്ന് പേര് കൊടുത്തു. ഓക്കെ,
ദെൻ ഇപ്പോൾ അതായത് ഈ ഇമേജ് മൊത്തമായിട്ട് നോക്കുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈലിംഗ് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള സ്റ്റൈലിംഗ് ഞാൻ ഈ ആപ്പ് ഡോട്ട് CSSലും അതുപോലെ തന്നെ ഹെഡറിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈൽസ് ഞാൻ ഈ ഹെഡർ ഡോട്ട് CSSലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആപ്പ് ഡോട്ട് JSൽ ഈ ഹെഡർ ഇരിക്കുന്ന പാരൻറ്റ് ഡിവ് എന്ന് പറയുന്നത് ഈ ആപ്പ് ക്ലാസ് നെയിം ആപ്പുള്ള ഈ ഒരു ഡിവാണ്. അപ്പോൾ ഞാൻ ആദ്യം അത് സ്റ്റൈൽ ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. ബോഡി ടാഗിന് ചുമ്മാ ഒരു ബോഡി ടാഗ് ഇട്ട് ഈ ബോഡി ടാഗിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചുമ്മാ ഏത് കളർ കോഡും കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 282C34 സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കിട്ടി, ഈ ഒരു കളർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഈ ആപ്പ് എന്നുള്ള ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്റ്റ് അലൈന് നമ്മൾ ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ സെൻട്രലോട്ട് അലൈൻ ചെയ്യും. അതുപോലെ തന്നെ അതിനൊരു വിഡ്ത്ത് സെറ്റ് ചെയ്യണം. മാക്സ് വിഡ്ത്ത് ഒരു മാക്സിമം വിഡ്ത്ത് ഒരു 728 പിക്സൽസ് വരെ പോവുക. അതുപോലെ തന്നെ അതിനൊരു മാർജിനും സെറ്റ് ചെയ്തു. മാർജിൻ 0 ഓട്ടോ കൊടുത്ത് പിന്നെ സേവ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ ഒരു സെൻട്രലോട്ട് അലൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്തത് ഈ ആപ്പ് ഡോട്ട് JSലുള്ള ഈ ഒരു ഡിവാണ്, ഇതിനകത്തുള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്തത്. ഇനി നമ്മൾ ഈ ഹെഡറിനെ സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഹെഡർ ഡോട്ട് CSS ഫയൽ എടുത്തു. അതിൽ ആദ്യം ഹെഡർ എന്നുള്ള ടാഗാണ് നമ്മൾ എടുത്തുള്ളത്. സോ അതെടുത്തു. ഇനി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം. ഞാനവിടെ ഈ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതൊരു -45 ഡിഗ്രി. ഇഷ്ടമുള്ളൊരു കളർ കോഡ് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 4481 EB 0% ആൻഡ് വേറൊരു കളർ കൊടുക്കുന്നത് #04BEFE 100%. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഈ കളർ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഈ കളർ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇനി ഇതിനൊരു ഹൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹൈറ്റ് ഒരു 10 VH കൊടുത്തു. അതുപോലെ തന്നെ അതിനൊരു മിനിമം ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 50 px കൊടുത്തു. ഓക്കെ, ദെൻ പിന്നുള്ളത് ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. സേവ് ചെയ്തു. അതവിടെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെഡർ ഡോട്ട് CSS ഫയൽ ഈ ഹെഡർ ഡോട്ട് JS ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ഹെഡർ ഡോട്ട് CSS കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ കിട്ടി, ഈ ഒരു ഹെഡർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതിൻ്റെ വിഡ്ത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചാറ്റ് വിൻഡോയിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ചാറ്റ് വരുമ്പോൾ നമുക്കിതിങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ടി വരും. സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഹെഡറും അതിൻ്റെ കൂടെ സ്ക്രോൾ ചെയ്യാതിരിക്കാൻ ആ ഒരു ഹെഡറിന് അവിടെ എന്താണ് ഫിക്സ് ചെയ്ത് നിർത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊസിഷൻ കൊടുക്കുകയാണ്. പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു. അത് ടോപ്പിൽ തന്നെ നിൽക്കണം. ടോപ്പ് 0 കൊടുത്തു. ഇനി അതെന്ത് ചെയ്യണം, ടോപ്പിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റ് കൊടുത്ത പോലെ തന്നെ ഞാൻ അതിന് വിഡ്ത്ത് സെറ്റ് ചെയ്യണം. വിഡ്ത്ത് ഒരു 100% വിഡ്ത്ത് എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 728 ആണ്. പിക്സ് ഇങ്ങനെ കൊടുക്കാൻ കാരണം നമ്മളിത് മൊബൈൽ സ്ക്രീനിലോട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാക്സിമം വിഡ്ത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇത് സേവ് ചെയ്ത് കഴിയുക. അപ്പോൾ ഇതിവിടെ ഫിക്സ് ആയി നിന്നു. ഇനി നമ്മൾ ഇതിലുള്ള ഈ ഐറ്റംസ് ഇതിനൊന്ന് അലൈൻ ചെയ്യണം. ഇതിനെ ഞാൻ അലൈൻ ചെയ്യുന്നത് ഫ്ലെക്സ് ബോക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് ആദ്യം കൊടുക്കേണ്ടത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അത് രണ്ടും ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്തു. ഇനി അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇതിനെ രണ്ട് സൈഡിലോട്ട് ഇടണം. സോ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലോട്ട് പോകും. ദെൻ ഞാനിതിനൊരു പാഡിങ് കൊടുത്തു. പാഡിങ് ഒരു 10 പിക്സൽസ് കൊടുത്തു. സോ ഉള്ളിൽ കുറച്ച് സ്പേസിംഗ് ഒക്കെ കിട്ടും. ദെൻ ബോക്സിൻ്റെ ബോക്സ് സൈസിങ് എന്നുള്ളൊരു പ്രോപ്പർട്ടി കൊടുത്തു. ബോർഡർ ബോക്സ്. ഓക്കെ, ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡർ ഓൾമോസ്റ്റ് റെഡി ആയി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഹെഡറിനകത്തുള്ള ഇമേജസിന് ഒരു വിഡ്ത്തും ഹൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമേജസ് ഹെഡറിനകത്തുള്ള IMG ടാഗ്സ് ആണ്. സോ അതിനെങ്ങനെ സ്റ്റൈൽ ചെയ്യുക. അതിനൊരു ഹൈറ്റ് ഒരു 40 പിക്സൽസ് കൊടുത്തു. ദെൻ അതിനൊരു വിഡ്ത്ത് 40 പിക്സൽസ് കൊടുത്തു.
ദെൻ നമുക്ക് ഈ ലോഗോ അത് സർക്കിളിലോട്ടാക്കണം. അപ്പോൾ ആ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെഡറിലുള്ള ഇതിനൊരു ക്ലാസ് നെയിം കൊടുത്തു. ലോഗോക്ക് ക്ലാസ് നെയിം ലോഗോ എന്ന് കൊടുത്തു. സേവ് ചെയ്യുക. എന്നിട്ട് ഈ ക്ലാസ് നെയിം നമ്മുടെ CSS ഫയലിൽ കോൾ ചെയ്യുക. ഡോട്ട് ലോഗോ. അതിനൊരു ബോർഡർ റേഡിയസ് ഒരു 50% കൊടുക്കുക. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തിട്ട് ഈ ലോഗോ സർക്കിളും മറ്റേതിനും ഒരു രണ്ടിനും ഹൈറ്റും കൊടുത്തൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ റെഡിയായി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോഡിയാണ്. ഈ ബോഡിയിൽ വരുന്നത് സൈൻ ഇൻ പാർട്ടല്ലേ, അവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഹെഡർ കമ്പോണൻറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ ഞാനൊരു പുതിയൊരു കോമ്പോണൻറ്റ് ഉണ്ടാക്കുകയാണ്, സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി, സൈൻ ഇൻ. ഓക്കെ, അതിനകത്തൊരു JS ഫയൽ വേണം, സൈൻ ഇൻ .js. ഓക്കെ, ഇതൊരു ഫങ്ഷണൽ കോമ്പോണൻ്റ് ആണ്. സോ RAFCE എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ളത് ഒരു ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിന് താഴെയായിട്ടൊരു ബട്ടണാണ് ഇതിന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു P ടാഗ്, ഒരു പാരഗ്രാഫ് ടാഗ് കൊടുത്തു. ദെൻ അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് എന്തായിരുന്നു, സൈൻ ഇൻ ടു സ്റ്റാർട്ട് ചാറ്റ്. അപ്പോൾ അത് എഴുതി കൊടുക്കുക, സൈൻ ഇൻ ടു സ്റ്റാർട്ട് ചാറ്റ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഒരു ബട്ടണാണ്. സോ അത് നമുക്കൊരു ആദ്യൊരു ബട്ടൺ ടാഗ് ഉണ്ടാക്കുക, ബട്ടൺ. ഓക്കെ, ഈ ബട്ടണകത്ത് നമുക്കൊരു ബട്ടണകത്ത് ഒരു ഗൂഗിളിൻ്റെ ലോഗോയും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റാണുള്ളത്. അപ്പോൾ മറ്റേ ഇമേജൊക്കെ പോലെ തന്നെ ഞാൻ ഗൂഗിളിൻ്റെ ഇമേജ് ആദ്യം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫയലിലോട്ട് സൈൻ ഇൻ എന്നുള്ള കോമ്പോണൻറ്റിലോട്ട് മുമ്പ് ചെയ്ത പോലെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനത് ഇമ്പോർട്ട് ഗൂഗിളിന് പേര് കൊടുത്തു, ഗൂഗിൾ ഫ്രോം. അതിൻ്റെ പാത്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അസറ്റിൽ ഗൂഗിൾ .png ഫയലാണ്. എന്നിട്ട് അത് ഇതിൻ്റെ ഇടയിൽ കൊടുക്കുക, രണ്ട് ബട്ടൺ ടാഗിൻ്റെ ഇടയിൽ അതൊരു IMG ടാഗിലിട്ട് കൊടുക്കുക, IMG. അതിൻ്റെ സോഴ്സ് ഗൂഗിൾ എന്ന് കൊടുക്കുക. ഓക്കെ, ആൾട്ട് ടാഗ് കൊടുക്കുക, MD കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ വരുന്നത് ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊരു ജസ്റ്റ് ഒരു സ്പാൻ ടാഗിൽ കൊടുത്തു, സ്പാൻ. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് എന്താ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. സോ അതേപോലെ നമ്മളിവിടെ എഴുതി കൊടുത്തു, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കത് ജസ്റ്റ് വരുന്നുണ്ടോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരെ ഹെഡർ ചെയ്ത പോലെ തന്നെ app.jsലോട്ട് പോവുക. അത് ആദ്യം ആ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സൈൻ ഇൻ കൊടുത്തു, സൈൻ ഇൻ ഫ്രം. അതിൻ്റെ ഭാഗത്ത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കോമ്പണൻസിൽ സൈൻ ഇൻ എന്നുള്ള ഫോൾഡറിലുള്ള സൈൻ ഇൻ കോമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സൈൻ ഇൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡർ കൊടുത്ത പോലെ അതും ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനെ ഞാനൊരു സെക്ഷൻ ടാഗിന് ഉള്ളിലോട്ട് ഇടുകയാണ്. അതിന് സ്റ്റൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. സെക്ഷൻ കൊടുത്തു. ദെൻ ഇതിനുള്ളിലായിട്ട് നമ്മൾ പുതിയൊരു കോമ്പോണൻറ്റ് കൊടുത്തു, സൈൻ ഇൻ കോമ്പോണൻറ്റ് കൊടുത്തു, സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ കോമ്പോണൻറ്റ് ഇതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പുണ്ടാക്കിയ പോലെ ഞാനൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തു, signin.css. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ ഒരു സെക്ഷൻ ടാഗിനെ സ്റ്റൈൽ ചെയ്യാണ്. അത് നമ്മുടെ മെയിൻ app.cssലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ .app ചെയ്യുന്ന പോലെ സെക്ഷൻ ടാഗ് എടുത്തു. അതിൽ ഡിസ്പ്ലേ നമ്മൾ ഫ്ലെക്സ് ബോക്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുകയാണ്. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ദെൻ ഫ്ലെക്സ് ഡിറക്ഷൻ കോളമായിട്ട് അലൈൻ ചെയ്യാൻ കൊടുത്തു. ദെൻ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ. ദെൻ അതുപോലെ തന്നെ അതിനൊരു ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഹൈറ്റ് എന്ന് പറയുന്നത് 100 VH കൊടുത്തു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ നമ്മുടെ ബട്ടണും ടെക്സ്റ്റൊക്കെ എന്ത് ചെയ്ത് ഈ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്തു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സെക്ഷൻ ടാഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ ബട്ടണും നമ്മുടെ ഈ പുതിയ സൈൻ ഇൻ കോമ്പോണൻറ്റ് കൊടുത്തത്.
ഓക്കെ, ഇനി നമുക്ക് ഈ ബട്ടണും അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫ് ഈ ടെക്സ്റ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഓക്കെ, അത് ഞാൻ ഈ ബട്ടൺ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെഡറിൽ നമ്മുടെ സൈൻ ഇൻ കോമ്പോണൻറ്റിൽ ഞാൻ ഈ ബട്ടൺ ഒരു ക്ലാസ് നെയിം കൊടുത്തു. ക്ലാസ് നെയിം സൈൻ ഇൻ ബട്ടൺ എന്ന് കൊടുത്തു. സൈൻ ഇൻ ബട്ടൺ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഈ ക്ലാസ് നെയിം നമ്മുടെ CSS ഫയൽ വിളിക്കുക, സൈൻ ഇൻ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സൈൻ ഇൻ ബട്ടണ് ഒരു അതിൻ്റെ കളർ അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇതാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ കളർ ബ്ലാക്ക് കൊടുത്തു. മീൻസ് ഈ കളർ എന്നുള്ള പ്രോപ്പർട്ടി പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനൊരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുത്തു. ഡിസ്പ്ലേ അതിനകത്തുള്ള ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ അലൈൻ ഐറ്റംസ് സെൻറ്റർ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഇത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സൈൻ ഇൻ .css സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ഇവിടെ ആയിട്ട് വന്നു. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഈ ഇമേജിനൊന്ന് ചെറുതാക്കാൻ പോവാണ്. അപ്പോൾ സൈൻ ഇൻ ബട്ടൺ അകത്തുള്ള IMG ടാഗ് അതിനൊരു വിഡ്ത്ത് ഒരു 10 അല്ലെങ്കിൽ ഒരു 40 px കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റും ഒരു 40 px കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഈ രണ്ട് ഗ്യാപ്പ്, ഈ ഐക്കണിൻ്റെയും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മാർജിൻ റൈറ്റ് പ്രോപ്പർട്ടി കൊടുത്തു. മാർജിൻ റൈറ്റ് ഒരു 14 പിക്സൽ കൊടുത്തു. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇതാണ്. അതുപോലെ തന്നെ ഇനി ഞാൻ സൈൻ ഇൻ ബട്ടൺ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോർഡർ റേഡിയസ് ഒരു 10 പിക്സൽസ് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ദെൻ അതിൻ്റെ ബോർഡർ ഞാനെടുത്ത് ഒഴിവാക്കി. ബോർഡർ നൺ കൊടുത്തു. ഓക്കെ, ആ ബോർഡർ പോയി. ഇനി ഞാനിതിനൊരു വിഡ്ത്ത് കൊടുത്തു. ഒരു മാക്സിമം വിഡ്ത്ത് ഒരു 400 പിക്സൽസ് കൊടുത്തു. അത് കഴിഞ്ഞൊരു മാർജിൻ 0 ഓട്ടോ കൊടുത്തു. ദെൻ ഒരു പാഡിങ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. പാഡിങ് 15 പിക്സൽസും അതുപോലെ തന്നെ ഒരു 32 പിക്സലും കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടി. ദെൻ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫോൺ സൈസ് ഒരു 1.2 റെം കൊടുത്തു. ഇപ്പം ഏകദേശം നമ്മുടെ ബട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു പാരഗ്രാഫും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അതിന് ജസ്റ്റ് P ടാഗ് കൊടുക്കാം. അതിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്തു, വൈറ്റ് ആയി കൊടുത്ത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൈൻ ഇൻ പേജിൻ്റെ ഡിസൈൻ നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഹെഡറും അതുപോലെ തന്നെ ബോഡിയും ചെയ്തു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫയർബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫയർബേസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അതിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചാറ്റ് വിൻഡോയിലോട്ട് പോകും. പിന്നെ അവിടെയാണ് നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഫയർബേസ് ആയിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ടാസ്കുകളൊക്കെ എങ്ങനെ ഫയർബേസും റിയാക്റ്റും കൂടെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.